ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. എഫീസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. 19, 20, 21 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാട്ടെ. വേദപുസ്തകമുള്ളവർ വേദപുസ്തകം തുറന്നിട്ട് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആത്മാവ് നിറഞ്ഞവരാകുക. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റിയുള്ള ഒരു കമാൻഡാണ് നാം കേട്ടത്. Paul says more strictly, be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഒരു ദൈവ പൈതലിന്റെ ജീവിതമാണ്, ജീവനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിന്റെ ശ്വാസമാണ്. അവൻ മുങ്ങിക്കുളിക്കുന്ന നദിയാണ് പരിശുദ്ധാത്മാവ്. നദി കവിഞ്ഞൊഴുകുന്നത് പോലെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മദ്യപാനി തന്റെ ലക്ക് കെടുന്നണം വരെ, തന്നെ മദ്യം നിയന്ത്രിക്കുന്നണം വരെ മദ്യം കുടിക്കുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പൈതൽ ഊറ്റി കുടിക്കേണ്ട ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. റോമർ 8:14. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 14. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവമക്കളോട് പറഞ്ഞു, ഇതൊരു ബേസിക് ക്രിസ്ത്യാനിറ്റിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു സുപ്രാ സ്പിരിച്വാലിറ്റി അല്ല. ഇത് കേട്ടോണം, ഇതൊരു ബേസിക് ലെവൽ ക്രിസ്ത്യാനിറ്റി. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതിന്റെ താഴോട്ടുള്ളവരോ, ദൈവത്തിന്റെ ആത്മാവ് നടത്താത്തവരോ? ഈ വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നടത്തപ്പെടാത്തവർ ദൈവമക്കൾ അല്ല. അവർ ദൈവമക്കളുടെ വേഷം കെട്ടി ഇതിനകത്ത് വന്നവരാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കൾ. പാട്ട് കാണും, അന്യഭാഷ കാണും, പ്രവചനം കാണും, എല്ലാം കാണും. പക്ഷെ അത് കൗണ്ടർഫിറ്റ് ആണ്, അത് ഒറിജിനൽ അല്ല. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആമേൻ. അവിടെ ശ്രദ്ധിച്ചാട്ടെ. പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കേണ്ട പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പകർന്നത്. അപ്പൊ നടത്തുന്ന ആത്മാവ്, ഗൈഡ് ചെയ്യുന്ന ആത്മാവിനെ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പറ്റി പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞു. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെന്ന് നമ്മുടെ അന്തരാത്മാവിനോട് സാക്ഷ്യം പറയുന്നു. അപ്പൊ 2 ആത്മാവുണ്ട് അല്ലേ? നമ്മുടെ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒരു വ്യക്തിക്ക് 2 ആത്മാവുണ്ടോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 2 ആത്മാവില്ല, 1 ആത്മാവേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യന്റെ ആത്മാവുമായിട്ട് ഒന്നായി തീർന്ന്, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകത്തെ മനുഷ്യനായി മാറി. It became one, united together, inseparable. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിക്കും, സാക്ഷ്യം പറയും. നമ്മുടെ ചർച്ചിൽ പറയുന്ന സാക്ഷ്യമല്ല. നമ്മുടെ ചർച്ചിൽ നമ്മൾ കർത്താവ് വല്ലഭനും നല്ലവനുമായിരുന്നു എന്നുള്ള സാക്ഷ്യമല്ല
പരിശുദ്ധാത്മാവ് നമ്മളെ അന്തരാത്മാവിൽ പകരുന്നത് ഓരോ നിമിഷവും നമ്മളെ പുത്രത്വത്തിൽ നിലനിർത്താൻ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് നിറയ്ക്കാൻ. ഹല്ലേലൂയ. ആ ദൈവിക അവകാശങ്ങൾ, മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണെന്നും കൂട്ടവകാശികളാണെന്നുമുള്ള ബോധ്യം നമുക്ക് തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ പേരിൽ നമ്മുടെ അവരുടെ സ്വത്തുക്കളെല്ലാം തീരാരാധനം എഴുതി തന്നു. ആ വിൽപത്രം കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ അവരുടെ മക്കളാണ്. അത് തെളിവാണ്. ബിക്കോസ് നമ്മൾ മക്കളായതുകൊണ്ടാണ് നമുക്ക് അവകാശങ്ങൾ ലഭിച്ചത്. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. റിക് വാരന്റെ ഒരു ബുക്കുണ്ട്, പർപ്പസ് ഡ്രിവൺ ലൈഫ്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? നമ്മളെ പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്? അതോ ജഡത്തിന്റെ ഇച്ഛകളാണോ അഭിലാഷങ്ങളാണോ നമ്മളെ നയിക്കുന്നത്? ജഡമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്. അപ്പോൾ നമ്മൾ പ്രാപിക്കേണ്ട ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പ്രാപിക്കണം. ഈ ക്ലാസ്സിൽ ഞാൻ പിന്നെയും പരിശുദ്ധാത്മാവിനെ പറ്റി പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി, എന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ നമ്മൾ പറയുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കാതുകളിൽ പരിശുദ്ധാത്മാവ് 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 എന്ന് കേൾക്കുന്നത് തന്നെ ഒരു ആത്മബലമാണ്. ഞാൻ ഈ ശാന്തമായി ക്ലാസുകൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അന്തരാത്മാവിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തും. ചില മിഷണറിമാർ എഴുന്നേക്കും, ചില പ്രവാചകന്മാർ എഴുന്നേക്കും, ചില പ്രവാചകിമാർ എഴുന്നേക്കും, ചില ശിഷ്യന്മാർ എഴുന്നേക്കും. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ പരിവർത്തനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ആവശ്യിക്കപ്പെടും. ഇത് അവൈലബിൾ ആണ്. ദിസ് ഈസ് അവൈലബിൾ ടു യു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം. ഒരിക്കലും ചിന്തിക്കരുത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ഗ്രേഡ് കൂടിയവരും പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ഗ്രേഡ് കുറഞ്ഞവരും. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ബേസിക് തിങ് ആണ്. അതിന്റെ ലോ ലെവൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ക്രിസ്ത്യാനിറ്റി ഇല്ല, അങ്ങനെ ഒരു സൺഷിപ്പ് ഇല്ല, അങ്ങനെ ഒരു ജീവിതം ഇല്ല. ക്രിസ്തീയ ജീവിതം ആത്മ നിറവന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പരിവർത്തനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം റെക്കോർഡ് ചെയ്തിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ കൂടിയിരുന്നു. കൂടിയിരുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നതാണ് നാം കാണുന്നത്. ഒന്നെടുത്താട്ടെ, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ ഒത്തിരി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കാനുണ്ട്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ശ്രദ്ധിക്കണമേ, ആ ദിവസത്തിന്റെ പ്രത്യേകത. സത്യത്തിൽ അന്ന് പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ മഴയും ഈ ദിവസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പെന്റക്കോസ്റ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് ജൂസ്. ജൂയിഷ് ഫെസ്റ്റിവൽ ആണിത്. 50-ാം ദിവസം എന്ന അതിന്റെ അർത്ഥം. ഒരു കൊയ്ത്തിന്റെ ഉത്സവമാണ്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ് പെന്തിക്കോസ് നാൾ വന്നപ്പോ. സത്യത്തിൽ പെന്തിക്കോസ് നാൾ വന്നപ്പോ എന്നിവിടെ എഴുതിയേക്കുന്നത്, ഒരു കറതീർന്ന യഹൂദനാണെങ്കിൽ അവൻ പള്ളിയിൽ പോകേണ്ട സമയം അത്. അവന്റെ സിനഗോഗിൽ പോണം. അവൻ വേറെ എങ്ങും തിരിഞ്ഞും പിരിഞ്ഞും നിൽക്കാൻ പാടില്ല. പക്ഷെ ഒരു കൂട്ടം ജനം ഒരു ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുക. അവരങ്ങനെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കാൻ ഒരു റീസൺ ഉണ്ട്.
ആ റീസൺ 1-ാമത്തെ അധ്യായത്തിലുണ്ട്. 1-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് യേശു കർത്താവ് പറയാം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അപ്പൊ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പ്. എന്തുവാ വാഗ്ദത്തമെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അപ്പൊ കർത്താവിന്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു അവർക്ക്. ഇറ്റ് വാസ് ആൻ ഓർഡർ. അതൊരു വേറൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞേക്കുന്ന ആജ്ഞാപിച്ചു എന്നാ. കർത്താവ് ആജ്ഞാപിച്ചു. അപ്പോ ഇതൊരു കൽപ്പനയുടെ അനുസരണമായിട്ടാണ് ഇവർ കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ് അവർക്കൊരു കമ്മീഷൻ കൊടുത്തു. അവരോട് പറയാ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഒരു കാളവണ്ടി പോലും സ്വന്തമായി ഇല്ലാത്ത പാവപ്പെട്ടവരായ ചെതറപ്പെട്ടു പോയ ശിഷ്യന്മാരോട് കർത്താവ് പറയാ, നിങ്ങൾ ഭൂമിയുടെ അറ്റം വരെ എന്റെ സാക്ഷികളാകും. അതിനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് തരും. ഇതിനു മുമ്പേ കർത്താവ് ഇത് പറയുന്നതിന് മുമ്പേ ഇവർക്ക് എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർക്ക് അതിനുള്ള പവർ ഇല്ലായിരുന്നു. അവർക്ക് ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ ആഗ്രഹം പോരാ. അതിനപ്പുറമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടിയേ തീരത്തുള്ളൂ. നോട്ട് ഓൺലി വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ പറ്റത്തില്ല. You cannot lead a Christian life without the Holy Spirit. You can lead. ഒരിക്കലും പറ്റത്തില്ല. Hallelujah. Thank you. ഇപ്പൊ ആത്മസ്നാനം ആദ്യമായി പകരപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ വാങ്ങിപ്പോകരുത്, നിങ്ങൾ കാത്തിരിക്കണം. കർത്താവ് പറയാ, ഇത് കൽപ്പനയാണ്, കാത്തിരിക്കുക. അപ്പൊ അവരെന്നാ ചെയ്തത്? They waited. അവർ കാത്തിരുന്നു. ഈ കാത്തിരിപ്പിന്റെ പ്രത്യേകത, they cancelled all their programs. അവരുടെ എല്ലാ സ്വന്തം പരിപാടികളും അവർ ക്യാൻസൽ ചെയ്തു. They set a priority. വേദപുസ്തക പഠിതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് അവർ കണക്ക് കൂട്ടിയിട്ട് പറയുന്നത്, they waited for 10 days. അവരുടെ പ്രോഗ്രാം എല്ലാം അവർ ക്യാൻസൽ ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ, ഞാൻ തമാശയായിട്ടാ പറയുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ട്, ദോശയുടെ കൂടെ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന സാമ്പാർ പോലെ കിട്ടുവാണെങ്കിൽ കഴിക്കാം എന്നുദ്ദേശിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് വിലയില്ലാത്തതല്ല. He is equal to God. He is God himself. കിട്ടത്തില്ല. You have to set a priority. You have to acknowledge the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ വില കൊടുക്കണം. മറ്റുള്ളതെല്ലാം അൺഇമ്പോർട്ടന്റ് ആകുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നാം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിറയ്ക്കും. It's not a part-time thing. Okay, എന്നാ അതിന്റെ കൂട്ടത്തിൽ ചെയ്തേക്കാം. അങ്ങനെയല്ല. എനിക്കത് കൂടിയേ തീരൂ അപ്പ, എന്നെ അതുകൊണ്ട് അതിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചേ ഒക്കൂ എന്ന് പറഞ്ഞ് മുൻഗണന പരിശുദ്ധാത്മാവിന് കൊടുക്കാൻ പറ്റുമോ? സമാജത്തിന് പോകുമ്പോ എന്നെ വേണേ നിറച്ചേക്കണമേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. ഹല്ലേലൂയ. മുൻഗണന മാറ്റാൻ പറ്റണം. ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, മറിയയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ജോസഫിനെ പറ്റി നിങ്ങൾ പഠിക്കണം. ഒരു നല്ല യൗവനക്കാരൻ, നല്ല സാക്ഷ്യമുള്ളവൻ, ദൈവമായിട്ട് ബന്ധമുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ.
നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോയൊരു പെണ്ണ് കണ്ടു, പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഭക്തൻ, നല്ല ചെറുപ്പക്കാരൻ, അവൻ ഒരു ദിവസം ഒരു വാർത്ത കേട്ടു. നാട്ടുകാര് പൂച്ചം പറയുന്നു, ജോസഫേ, നീ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പെങ്കൊച്ചുണ്ടല്ലോ, ഗർഭിണിയാണ്. ഈ മനുഷ്യന്റെ ഹൃദയം പൊട്ടി തകർന്നു കാണും. നമ്മളെപ്പോഴും മറിയെ പറ്റി പ്രസംഗം കേൾക്കാറുണ്ട്, ജോസഫിനെ പറ്റി തുലോം ചുരുക്കമാ കേൾക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ വീട്ടിലേക്കൊന്ന് വന്നേ, ആ ചെറുപ്പക്കാരന്റെ അടുത്തേക്കൊന്ന് വന്നേ. അവൻ ദൈവസനിൽ നിലവിളിച്ചു കാണും, ദൈവസനിൽ കരഞ്ഞു കാണും. അങ്ങനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കളയാൻ പറ്റത്തില്ല. പക്ഷെ ഈ മനുഷ്യൻ വിചാരിച്ചു, അവക്ക് ലോകാപവാദം പറയാതെ, ആരും അറിയാതെ ഗോപ്യമായി അവളെ ഉപേക്ഷിച്ചേക്കാം. ഈ മനുഷ്യൻ നിശ്ചയമായിട്ട് പ്രാർത്ഥിച്ചു കാണും. ദൈവ ഉപേക്ഷണം വെറുക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, പഴയ നിയമത്തിനെക്കാട്ടിലും വളരെ സ്ട്രിക്റ്റ് ആണ് പുതിയ നിയമത്തിൽ. ഇറ്റ്സ് വെരി സ്ട്രിക്റ്റ്. ചിലരോട് ചോദിക്കാറുണ്ട്, ചിലരോട് പാസ്റ്ററെ, പഴയ നിയമമാണോ ജീവിക്കാൻ എളുപ്പം, പുതിയ നിയമമാണോ എളുപ്പം? കാരണം പുതിയ നിയമം ഗ്രേസ് പീരീഡ് അല്ലേ. ദൈവമക്കളെ, പുതിയ നിയമം ജീവിതം ഒരു കുത്തഴിഞ്ഞ ജീവിതമാണെന്ന് ചിന്തിക്കരുത്. According to my biblical understanding, my meditation, I came to understand that more than Old Testament, New Testament scriptures വളരെ സ്ട്രിക്റ്റ് കട്ടിയ. കാരണം എന്താ പാസ്റ്ററെ, പഴയ നിയമത്തിൽ മോഷ്ടിച്ചാലേ കള്ളനാകത്തുള്ളൂ. മോഷ്ടിച്ച കള്ളനാകും. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോ മോഹിച്ചാൽ പാപം ചെയ്യും. പഴയ നിയമത്തിൽ അഡൽട്ടറി ചെയ്താലേ അവൻ വ്യഭിചാരിയാകത്തുള്ളൂ. പക്ഷെ ഒരാളെ വല്ലാണ്ട് നോക്കിയാൽ പുതിയ നിയമത്തിൽ പ്രശ്നം, നോട്ടത്തിൽ പോലും പ്രശ്നം. കുത്തഴിഞ്ഞതല്ല പുതിയ ജീവിതം. പിന്നെ കർത്താവിന്റെ ദാസന്മാര്, നമ്മുടെ അപ്പച്ചന്മാര് പറയുന്ന പോലെ, പഴയ നിയമത്തില് അന്നേരം അടിയായിരുന്നു. അനന്യാസിനും സഫീറയ്ക്കും പുതിയ നിയമത്തിൽ അത് കിട്ടി, വളരെ കഷ്ടമാണ്. പഴയ നിയമത്തിലെ ശിക്ഷ പുതിയ നിയമത്തിൽ കിട്ടിയ ഒരു കുടുംബമാണ് അനന്യാസും സഫീറയും. എന്താ കർത്താവെ, പഴയ നിയമത്തിലെ അടി പുതിയ നിയമത്തിൽ കിട്ടിയെന്ന് നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. അതിനപ്പുറമായിട്ട് പുതിയ നിയമത്തിലെ ശിക്ഷ ഉറപ്പാ, ശിക്ഷയുണ്ട്, പക്ഷെ ഇപ്പൊ കിട്ടത്തില്ലെന്ന്. ഇറ്റ് ഈസ് ദേർ. ജോസഫിനോട് ദൈവം ഇടപെട്ടു. ദൈവം പറഞ്ഞു, നീ അവളെ ഉപേക്ഷിക്കരുത്. ആ മനുഷ്യൻ തന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്തു, തന്റെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്തു. അവൻ പറഞ്ഞു, എന്തെല്ലാം വന്നാലും ഞാൻ മറിയെ ഉപേക്ഷിക്കത്തില്ല. എന്തോ ഒരു പ്രതികൂലങ്ങൾ ഉണ്ടായിക്കാണും, എന്തോ ഒരു സമ്മർദ്ദങ്ങൾ ആ യൗവനക്കാരൻ ഉണ്ടായിക്കാണും. പക്ഷേ ആ ദൂതനുമായിട്ടുള്ള എൻകൗണ്ടർ ജോസഫിനെ മാറ്റിമറിച്ചു. He accepted it. Oh, it's very easy to preach, but it's very hard to endure. ജോസഫ് വില കൊടുത്തു. അടുത്തത് കാത്തിരിക്കുക എന്നുള്ളതല്ലേ? വെയിറ്റ്. ദൈവവചനത്തിന് കാത്തിരിക്കുന്നതിന് വലിയ വിലയുണ്ട് കേട്ടോ. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. എന്നാൽ വെറുതെ ദ്രോഹിക്കുന്നവർ പിന്തിരിഞ്ഞു നാണിച്ചു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. മറ്റു പക്ഷികളെല്ലാം മാളത്തിൽ കയറുമ്പോ കാത്തിരിക്കുന്നവനെ പറ്റി പറയാ, അവൻ കൊടുങ്കാറ്റിനെ എതിരെ പറന്ന കാറ്റിന്റെ മേളിൽ കയറും. അവന്റെ ലെവല് മാറും. കാത്തിരിക്കുന്ന ചിലരുടെ ലെവല് മാറാൻ പോവാ കേട്ടോ. പ്രതികൂലങ്ങളുടെ മേളിൽ പറക്കത്തക്കവണ്ണം. ഹല്ലേലൂയ. കൊറോണ വന്നിട്ട് പലരും ഷെഡിൽ കയറിയിട്ടും അഭിഷേകം പ്രാപിച്ചവർ ഷെഡിൽ കയറാൻ പറ്റാത്തത്, ഷെഡിൽ കയറ്റാൻ പറ്റാത്തത്
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിങ്ങൾ കണ്ടോണം, ലോകം കണ്ടിട്ടില്ലാത്ത അഭിഷക്തന്മാര് ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം പുറത്തു വരും. ചിലർ വീട്ടിനകത്തിരുന്ന് ആത്മശക്തിയെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കാത്തിരിക്കുക, കാത്തിരിക്കുക. ഹല്ലേലൂയ. കാത്തിരിക്കണം. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്ന, പരിശുദ്ധാത്മാവിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന, കയ്യെ പിടിച്ചോണ്ട് അപ്പനൊരു കുഞ്ഞിനെ നടത്തുന്നത് പോലെ നമ്മളെ പരിശുദ്ധാത്മാവ് നടത്തുന്നത് സെൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടം വരണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. 26 കുടുംബങ്ങൾ. ആമേൻ. തുടങ്ങിയവർ പലരും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്രയും പേര് നിങ്ങൾ റീസ്കെഡ്യൂൾ ചെയ്തു. നിങ്ങളുടെ പ്രയോറിറ്റി മാറ്റി. 9:30 മുതൽ 11 മണി വരെ എന്തോ ഇടിവെട്ടിയ പ്രശ്നം ഉണ്ടായാലും ദൈവവചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് നിങ്ങൾ കടന്നു വന്നു. നിങ്ങൾ തീരുമാനമെടുത്തു, കാത്തിരിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ. ദൈവത്തിന്റെ വചനം കേൾക്കാനായി നാം കാത്തിരിക്കുകയാണ്. യു ക്യാൻസൽഡ് ഓൾ യുവർ പേഴ്സണൽ തിങ്സ്. ഇവിടെ വന്നവരാരും ജോലിയും കൂലിയും ഇല്ലാത്തവരല്ല. നിങ്ങളെല്ലാം മാന്യരാണ്. നിങ്ങൾക്ക് ജോലിയുണ്ട്. നിങ്ങളോട് TV കണ്ടായിരുന്ന നിങ്ങളോട് ആരും ചോദിക്കത്തില്ലായിരുന്നു. നിങ്ങൾ വേറുള്ള പരിപാടികൾക്ക് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളോട് ആരും ചോദിക്കത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ഇവിടെ വന്നതുകൊണ്ട് സ്വർഗം നിറയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ഏലീശ ഏലിയാവിനോട് പറഞ്ഞു, എനിക്ക് നിന്റെ അഭിഷേകത്തിന്റെ, ഐ നീഡ് എ ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ്. ഏലിയാ പറഞ്ഞു, നീ അല്പം പ്രയാസമുള്ള കാര്യമാ ചോദിക്കുന്നേ. പക്ഷേ ഏലിയാ പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കണ്ടാൽ നിനക്കത് കിട്ടും. നീ എന്റെ അടുക്കൽ അന്നേരം ഉണ്ടെങ്കിൽ കിട്ടും. ഏലീശ അത് കേട്ടിട്ട് വീട്ടിൽ പോയി ഉറങ്ങിയില്ല. He started waiting. ഏലിയാവ് എവിടെയെല്ലാം പോകുമോ ഒരു നിഴല് പോലെ ഏലീശയെ കാണാം. ഏലിയാവ് പലതും പറഞ്ഞു പിന്തിരിപ്പിച്ചു നോക്കി. പല സ്ഥലങ്ങളിൽ താമസിച്ചോളാൻ പറഞ്ഞു. പല സ്ഥലങ്ങളിൽ. ഏലീശ അതിലൊന്നും വഴങ്ങിയില്ല. ഹല്ലേലൂയ. നീ ഗിൽഗാലിൽ താമസിച്ചോളാൻ പറഞ്ഞു. ബേഥേലിലേക്ക് നിന്നെ അയക്കുവാന്ന് പറഞ്ഞു. ഏലീശ പറയുക, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. എരിഹോവിൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 2 Kings chapter 2 verses 4 ആണ് ഞാൻ വായിക്കുന്നത്. 2 രാജാക്കന്മാർ 2:4. എരിഹോവിൽ അയച്ചിരിക്കുന്നു, യഹോവയാണ് എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. 6ാമത്തെ വാക്യം, ഞാൻ നിന്നെ യോർദാനിലേക്ക് അയക്കുന്നു പറഞ്ഞു. യോർദാനിലേക്ക് അവൻ പറയുക, യഹോവയാണ് എന്റെ ജീവന, ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ല, കാരണം ഞാൻ പോകുമ്പോൾ എന്റെ യജമാനൻ എടുക്കപ്പെട്ടാൽ എന്റെ ഡബിൾ പോർഷൻ മിസ്സാവും. Do you have that kind of heart? Are you thirsty? Are you hungry for the Holy Spirit? കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്ന് ഓർത്ത് ലാഘവത്തോടെ നടക്കരുത്. ബേസിക് ക്രിസ്ത്യാനിറ്റിയെ ഞാൻ പ്രസംഗിക്കുന്നത്. ബേസിക് ക്രിസ്ത്യാനിറ്റി. ഇതിന്റെ താഴോട്ടുള്ളത് ക്രിസ്ത്യാനിറ്റി അല്ലവേ അല്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. എലീശ പറയാ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി.
കർത്താവ് ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോ കേറിപ്പോയതുപോലെ ഏലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയും എന്ന് നിലവിളിച്ചു. എന്റെ പിതാവേ. കണ്ടോ? ഏലീശയും ഏലിയാവും തമ്മിലുള്ള ബന്ധം കണ്ടോ? നിരുത്സാഹപ്പെടുത്തി, നീ അവിടെ പൊക്കോ, നീ ഇവിടെ പൊക്കോ. ഈ നിരുത്സാഹത്തിനൊന്നും ഏലീശയെ പുറകോട്ട് മാറ്റാൻ പറ്റിയില്ല. ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ഞാൻ പ്രാപിക്കും, ഞാൻ പ്രാപിക്കും, ഞാൻ പ്രാപിക്കും. ഹല്ലേലൂയ. പുതിയ നിയമവിശ്വാസികളായ നമ്മോട് പരിശുദ്ധാത്മാവ് തള്ളുക ഇന്നു രാത്രി. യേശുവിൻ നാമത്തിൽ നിങ്ങൾ പറയണം, ആമേൻ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, ഞാൻ നിറയും. ഹല്ലേലൂയ. എന്നെ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. ശ്രദ്ധിക്കണ ദൈവമക്കളെ, പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. ദുഃഖത്തിന്റെ തീവ്രത കാണിക്കുക. ഏലീശയ്ക്ക് ഏലിയാവിനോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചു. ഇപ്പോ ഏലീശ നിൽക്കുന്ന കണ്ടോ? എലൈഷ ഈസ് നേക്കഡ്, വിവസ്ത്രനായി നിൽക്കുകയാ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോ ക്രിസ്ത്യാനിറ്റിയെ പിള്ളത്തൊട്ടിൽ തന്നെ തകർത്തു എന്ന് ദുഷ്ടൻ കൈയടിച്ച് ചിരിച്ചോണ്ടിരിക്കുക. കാരണം ഒരുത്തൻ തൂങ്ങി മരിച്ചു. ദൈവമക്കളെ, ഒരുത്തനെ പിശാചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന മാർഗമല്ലിത്. സ്വർഗം കർത്താവ് ഉയരത്തിലേക്ക് പോയപ്പോൾ തന്റെ കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയച്ചു. ശ്രദ്ധിക്കണ ഈ പോർഷൻ. ഹല്ലേലൂയ. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ശ്രദ്ധിച്ചേ, വിവസ്ത്രനായി നിൽക്കുന്ന ഒരുത്തനെ മറയ്ക്കുന്ന അഭിഷേകം. അവൻ ആ പുതപ്പ് കൊണ്ട് വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കരെ കടന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അഭിഷേകത്തിന്റെ ശക്തി കാണണോ? അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തിയെ കാണണമെങ്കിൽ 24-ാമത്തെ വാക്യത്തില്, അവൻ 23-ാമത്തെ വാക്യത്തിൽ മൊട്ടത്തലയ 23 വേഴ്സ് 23 മൊട്ടത്തലയ കയറിവ എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്ന ഒരു കൂട്ടം അഭിഷക്തനെ കളിയാക്കുന്നു. ഏലീശ യഹോവയുടെ നാമത്തിൽ അവരെ ശപിച്ചു. അപ്പോൾ കാട്ടിൽ നിന്ന് 2 പെൺകരടി ഇറങ്ങി വന്ന് അവരിൽ 42 ബാലന്മാരെ കീറിക്കളഞ്ഞു. Judgment of the Lord. Please do not stand against the anointed. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഇരട്ടി പങ്ക് പ്രാപിച്ച ഏലീശ പറയാ, ഈ താഴ്വരയിൽ നിങ്ങൾ അനേക കുഴികളെ വെട്ടുവീൻ. നിങ്ങൾ കാറ്റു കാണത്തില്ല, മഴയും കാണത്തില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ദിസ് എ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ടു യു. ഏലിയാവിന് മഴ പെയ്യണമെങ്കിൽ 7 പ്രാവശ്യം ശിഷ്യനെ വിട്ട് നോക്കണമായിരുന്നു. ആമേൻ. 7-ാമത്തെ പ്രാവശ്യം കൈപോലൊരു മേഘം കാണുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് രഥം പൂട്ടി ഇറങ്ങിക്കോളാൻ ദൂത് പറഞ്ഞത്. എന്നാൽ ഏലീശ പറയാണ്, മഴ പെയ്യാൻ മേഘം വേണ്ട, മഴ പെയ്യാൻ കാറ്റ് വേണ്ട, മഴ പെയ്യാൻ വേറെ ഒന്നും വേണ്ട, മഴ പെയ്യാൻ കാർമേഘം വേണ്ട. വിശ്വാസത്തോടെ കുഴിയെ വെട്ടാൻ പറ്റുമോ? സൂപ്പർ നാച്ചുറൽ ദൈവം ഫിൽ ചെയ്യും. മഴ കാണുന്നില്ലായിരിക്കാം, കാറ്റു കാണുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ആടുമാടുകൾ നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും.
ജഗന രഗന രഗനോ ശമനഗടഗദന. ബിസിനസ് പൊട്ടിക്കൊണ്ടിരിക്കുക പാസ്റ്ററെ, കടഭാരം കേറിക്കൊണ്ടിരിക്കുക പാസ്റ്ററെ, കൊറോണ ജനത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക പാസ്റ്ററെ, എല്ലാം തകർന്നുകൊണ്ടിരിക്കുക പാസ്റ്ററെ. ലെറ്റ് മീ പ്രൊഫസൈ ടു യു, വിശ്വാസത്തോടെ കുഴിവെട്ടിക്കോ. ജീസസ്. അതാ അഭിഷേകത്തിന്റെ വ്യത്യാസം. അഭിഷേകത്തിന്റെ തലം മാറിയപ്പോൾ കൈപ്പത്തി പോലുള്ള മേഘം വേണ്ട കേട്ടോ. അവൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി ചലിക്കുന്നവനല്ല അഭിഷക്തൻ. കാറ്റ് കാണുമ്പോൾ കഴുകനെ പോലെ ചിറക് വിടർത്തി കാർമേഘങ്ങളെ അപ്പുറത്ത് പറന്നു നിന്നുകൊണ്ട് കാർമേഘങ്ങളെ കണ്ട് രസിക്കുന്നവനാണ്. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നവനല്ല. യെസ് ലോർഡ്, യെസ് ലോർഡ്. ആലയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത ധൂപം കാട്ടിയ സെക്കരിയാവിന് കിട്ടാത്തൊരു വെളിപ്പാട് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് തുള്ളിച്ചാടി അഭിഷേകം പ്രാപിച്ച യോഹന്നാന് കിട്ടി. സ്വന്തം ഭാര്യ വയസ്സാങ്കാലത്ത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റാതിരുന്ന അപ്പന്റെ മകൻ അഭിഷേകം പ്രാപിച്ചവൻ ഉദരത്തിൽ കിടന്ന് തുള്ളിയവൻ വിളിച്ചു പറയാ, ഹേ സർപ്പസന്തതികളെ, നിങ്ങൾ എന്റെ ദൈവത്തെ പറ്റി എന്തുവാ വിചാരിച്ചത്? ഓ റബ ശംഭബ, അബ്രഹാമിന് ഒരു കുഞ്ഞിനെ ദൈവത്തിന് കൊടുക്കണമായിരുന്നെങ്കിൽ ആമേൻ ഈ കല്ലിൽ നിന്ന് കൊടുക്കുവാൻ എന്റെ ദൈവം മതിയായവനാ. അതിന് സാറയെ പോലും എന്റെ ദൈവത്തിന് വേണ്ടായിരുന്നു. ദാറ്റ് ഈസ് അനോയിന്റിങ്. ഹല്ലേലൂയ. അതാ അഭിഷേകം, അതാ അഭിഷേകം, അതാ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ എത്ര ദിവസം അവർ കാത്തിരുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയില് 10 ദിവസങ്ങൾ അവർ കാത്തിരുന്നു. അവരുടെ കാത്തിരിപ്പ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവർ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം. ഹല്ലേലൂയ. So കാത്തിരിക്കുക. That is the key of Christian life. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള സീക്രട്ട് കാത്തിരിക്കുക. ഹല്ലേലൂയ. രാവിലെ തോറും ഞാൻ നിനക്കായി കാത്തിരിക്കും, സങ്കീർത്തനക്കാരൻ പറയും. People of God, waiting time is not a wasting time. കാത്തിരിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റും, പക്ഷെ കാത്തിരിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. മോശയപ്പച്ചനെ സ്വർഗം വിളിച്ചു, കയറി വരാൻ പറഞ്ഞു. പർവ്വതത്തിന്റെ മേളിൽ 7 ദിവസം പോയി മിണ്ടാതിരുന്നു. പ്രസംഗിക്കാൻ എളുപ്പമാ. 1 മണിക്കൂർ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. നീ ഒന്ന് മിണ്ടാതിരിക്കും, കുറച്ചു നേരം മറ്റേ ആള് പ്രസംഗിക്കട്ടെ, മറ്റേ ആള് പാടട്ടെ എന്ന് പറയുമ്പോ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. യെസ്, 7 ദിവസം മോശ മിണ്ടാതിരുന്നു പർവ്വതത്തിൽ. He waited 40 days there. Hallelujah. യോശുവ ബാല്യക്കാരൻ 40 ദിവസം മോശ അപ്പച്ചൻ പർവ്വതത്തിൽ നിൽക്കുമ്പോ അടിവാരത്തിൽ ഒരാൾ കിടക്കുക. 40 ദിവസം മോശ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോ പിറുപിറുപ്പില്ലാതെ യോശുവ അടിവാരത്തിൽ കിടന്നതുകൊണ്ടാ പിന്നത്തേതിൽ യോശുവയെ ഉയർത്തിയത്. കാത്തിരിപ്പാൻ ഒരു തലമുറയുണ്ടോ? കാത്തിരിക്കുന്ന ഒരു തലമുറയുണ്ടോ? ഹല്ലേലൂയ. ദൈവം നിറയ്ക്കാനായിട്ട് അവൻ വിശ്വസ്തനാണ്. Hallelujah. First thing I told you, set your priority. അവരുടെ ഒത്തിരി പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് അവർ 10 ദിവസം കാത്തിരുന്നത്. രണ്ട് അവർ കാത്തിരുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് കാത്തിരുന്നത്. മൂന്നാമത്തെ അവരെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. ഒരു ലിസ്റ്റ്, അവിടെ കൂടിയിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് പറയുന്നുണ്ട് 13-ാം വാക്യത്തിൽ. പത്രോസിന്റെ ലേഖനം പഠിച്ചതാ. പത്രോസ് മോശക്കാരനല്ല. The first apostle. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, യേശുവിന്റെ അമ്മ മറിയ, എല്ലാം VVIPs. ആരും കുറഞ്ഞ ആൾക്കാരില്ല. എല്ലാരും ഉണ്ട്. പക്ഷെ ഞങ്ങളിൽ ആരാ വലിയവൻ എന്നുള്ള മത്സരം ഇല്ല. അവരവിടെ എന്തുവാ ചെയ്തെന്നറിയാമോ? 14-ാമത്തെ വാക്യത്തിൽ അവർ കാത്തിരിക്കുന്നത് എങ്ങനെയാ കാത്തിരുന്നത്? ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോകുന്നു. 2 കാര്യങ്ങൾ. അവർ ഒരു മനസ്സോടെ ഇരുന്നു. 2, അവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു മനസ്സ്. റിവൈവൽ വേണോ? യു നീഡ് ടു ഹാവ് യൂണിറ്റി. ഐക്യത ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിൻ കോട്ട.
ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 3000 പേര് വേണമെന്നില്ല. കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്ന, ഒരേ മനസ്സുള്ള, ഒരേപോലെ സകലരെയും ഒരേപോലെ ബഹുമാനിക്കുന്ന, താഴ്മയുള്ള, പരസ്പരം ആമേൻ വില കൊടുക്കുന്ന, അന്യോന്യം സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണെങ്കിലും അവർ കാത്തിരുന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. യൂണിറ്റി ഇല്ലാതെ ഉണർവ് വരുത്തില്ല. നമ്മുടെ ഇടയിൽ 10 ഗ്രൂപ്പ് ആണെങ്കിൽ ആത്മാക്കൾ വിടുവിക്കപ്പെട്ട് വരുത്തില്ല. ആത്മാക്കളെ നമ്മുടെ കയ്യിൽ നശിപ്പിക്കാൻ ദൈവം വരുത്തില്ല. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. നീക്കേണ്ടതിനെ ദൈവം നീക്കും, ചേർക്കേണ്ടതിനെ ദൈവം ചേർക്കും. ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഗെറ്റ് റെഡി പീപ്പിൾ ഓഫ് ഗോഡ്. നീക്കേണ്ടതിനെ ദൈവം നീക്കിക്കളയും, ചേർക്കേണ്ടതിനെ ദൈവം ചേർക്കും. ദൈവരാജ്യത്തിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. ഹല്ലേലൂയ. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. There was no message, no Bible class. They were praying, praying, praying. എത്ര നേരം പ്രാർത്ഥിച്ചു പാസ്റ്ററെ? കൂടിയിരുന്ന് 10 ദിവസം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ ഭാഗം പഠിച്ചിട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ച് 1,00,000 something 1,60,000. Now it's more than 2 lakhs. I heard. കാൽവറി ടെമ്പിൾ എന്ന ചർച്ച് അവർ ഈ സ്ട്രാറ്റജി പഠിച്ചു. They started 10 days waiting. 10 ദിവസം അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ബാച്ചായിട്ട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഫലമാ ആ ചർച്ച്, അത്രയും പേർക്ക് ഇരിക്കാവുന്ന വലിയ ചർച്ച് അവർക്ക് പണിയാൻ പറ്റിയത് 10 ദിവസത്തെ കാത്തിരിപ്പിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അവരുടെ സാക്ഷ്യത്തിൽ ഞാൻ കേൾക്കാനിടയായി. കാത്തിരിക്കുന്ന വെറുതെ അല്ല. When they prayed, അവർ കാത്തിരുന്നപ്പോൾ, അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ. ദൈവമക്കളെ, സഭ, ദൈവസഭ, ദൈവത്തിന്റെ വചനത്തിൽ ദൈവസഭ എവിടെയെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയെ ഭൂമിയിലേക്ക് ദൈവം അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സഭ എവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ ദൂതന്മാര് അവിടെയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Get ready 27 families. Get ready. We are waiting for the power of the Holy Spirit. If we need to transform the Holy Spirit, first the Holy Spirit should transform you and me. We are transformed to transform this world. Jagana, Ragadagana, Hamdala, Rubana, Shaithe, Jagala Praudi, Bamdura, Jaganagasi, Arthal Praudajanagasi. കർത്താവേ സ്തോത്രം. പെന്തിക്കോസ് നാൾ വന്നപ്പോൾ അവരെല്ലാം ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവർ പള്ളിയിലല്ല ഇരുന്നത്, അവർ വേറിട്ടിരിക്കുകയാ. താങ്ക് യു ജീസസ്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് മുഴക്കമുണ്ടായി. ഹല്ലേലൂയ. ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അവരുടെ സെൻസ് ഓർഗൻസ് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലായി. ഒരിടത്ത് ബാബേൽ ഗോപുരം പണിയുമ്പോൾ ഭാഷ കർത്താവ് കലക്കിക്കളഞ്ഞു. അവർ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ ആ പണി മുടങ്ങിപ്പോയി, ചതറിപ്പോയി. എന്നാൽ അന്ന് ചതറിക്കാൻ ദൈവം ഭാഷയെ ഉപയോഗിച്ചെങ്കിൽ ചതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിപ്പിക്കാൻ അവരുടെ എല്ലാം നാവിലേക്ക് ദൈവം ഒരേ ഭാഷയെ പകർന്ന് അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Oh Rabba Shandara, they started overflowing with the Holy Spirit. പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകാൻ ആരംഭിച്ച് പത്രോസിന്റെ നിഴലിൽ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു തലമുറയ്ക്കായി എത്ര പേര് പ്രാർത്ഥിക്കും? എന്നെ അങ്ങനെ ഉപയോഗിക്കണമേ കർത്താവേ, എന്നിലൂടെ ആ ശക്തി വ്യാപരിക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ചാൾസ് വിന്നിയെ പറ്റി ഞാൻ വായിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു ശക്തി വേണമെന്ന് ഞാൻ നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. ചാൾസ് വിന്നി ട്രെയിനിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ചാൾസ് വിന്നി പോകുന്ന ട്രെയിനിന്റെ 2 വശങ്ങളിൽ സ്റ്റേഷനിൽ നിൽക്കുന്നവര് പാപബോധത്താൽ അരളിക്കരയുമായിരുന്നു. Not because of sermon, only because of the presence of Charles Finney. Hallelujah. ആ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നവർക്ക് നിൽക്കാൻ പറ്റാതെ അവർ ഉരുണ്ടുപടച്ച് താഴെ വീഴുമായിരുന്നു. See what an anointing he carries.
അത്രയൊരു അഭിഷേകം. നിങ്ങളൊരു നേഴ്സ് ആയിരിക്കാം, ഒരു ജോലിക്കാരനായിരിക്കാം. നിങ്ങൾ ആ ഹോസ്പിറ്റലിന്റെ ഇടനാഴിലൂടെ നടക്കുമ്പോൾ ദൈവശക്തിയുടെ പ്രകൃഷ്പുരണം ജനത്തിന്റെ മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ചാൾസ് ബെർഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ ബൈബിൾ കോളേജിലെ 40 കുഞ്ഞുങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തു. അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി മുഴുവനും വായിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ അടയാളം എന്താണെന്ന് എഴുതിക്കൊണ്ട് വരണം. അവർ 40 പേരും പോയി. 40 പേരും ഒരുപോലെ എഴുതിക്കൊണ്ട് വന്നു. സ്പീക്കിംഗ് ഇൻ ടങ്സ്, അന്യഭാഷ പറയുന്നതാണ്. ആമേൻ. അതിനകത്ത് ഒരു പെങ്കൊച്ച്, ചെറുപ്പക്കാരിയാണ്. അവൾ പറഞ്ഞു, ഇത് സത്യമാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി സത്യമാണെങ്കിൽ, ഈ എഴുതിയേക്കുന്ന സത്യമാണെങ്കിൽ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചാൾസ് ബെർഹാമിന് അങ്ങനെ ഒരു അനുഭവം അതുവരെ കിട്ടിയിട്ടില്ല. ചാൾസ് ബെർഹാം പറഞ്ഞു, എനിക്കത് കിട്ടിയിട്ടില്ല മക്കളെ, ഞാൻ പിന്നെ നിനക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കും? ആഗ്നസ് ഓസ്മാൻ എന്നാ പെങ്കൊച്ചിന്റെ. ആഗ്നസ് ഓസ്മാനോട് പറഞ്ഞു, ആഗ്നസ് എനിക്ക് അന്നറിവില്ല, പിന്നെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? ആ പെങ്കൊച്ചു വിട്ടില്ല. അവള് പറഞ്ഞു, യു ഷുഡ് ലേ യുവർ ഹാൻഡ്സ് അപ്പോൺ മീ ആൻഡ് പ്രേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ചാൾസ് ബെർഹാം നിർബന്ധിതരായി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കെല്ലാം ഗൂഗിൾ ഉണ്ടല്ലോ, നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ടൊപ്പേക്ക റിവൈവൽ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും കേട്ടോ. ആഗ്നസ് ഓസ്മാൻ 3 ദിവസം ആത്മാവിൽ സ്ലെയിൻ ആയി കിടന്ന് അന്യഭാഷ പറഞ്ഞു. അയ്യോ, സ്ലെയിൻ ആയെന്നോ, സോറി, ആത്മാവിൽ വിവശയായി കിടന്ന് അന്യഭാഷ പറഞ്ഞു. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ സുവിശേഷമായി ആദ്യം വന്ന കുട്ടമ്മച്ചി കായംകുളത്തുകാരോട് ചോദിച്ച പറയും, ദിവസങ്ങൾ ആത്മവിവശതയെ കിടന്ന് പ്രവചിക്കുമായിരുന്നു. 20 അധികം തവണ പാമ്പ് കടിച്ചിട്ട് അമ്മച്ചിയുടെ ശരീരത്തിൽ നിന്ന് നീല വിഷം പുറന്തള്ളിക്കളഞ്ഞു. അത്ര അഭിഷേകമായിരുന്നു. അഭിഷേകത്തിന്റെ ശക്തിയാൽ ആ ശരീരത്തിലേക്ക് വിഷത്തിന് കയറാൻ പറ്റിയില്ല. ആഗ്നസ് ഓസ്മാൻ 3 ദിവസം കിടന്നുകൊണ്ട് അന്യഭാഷ. അവൾ ഇംഗ്ലീഷ്, അത് ഇങ്ങനെയാ ചരിത്രം പറയുന്നത്, ഷീ ഫോർഗെറ്റ് ഇംഗ്ലീഷ്. ലിംഗ്വിസ്റ്റിക്കുകാര്, ഭാഷ പഠിപ്പിക്കുന്നവരൊക്കെ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഇവൾ ഏതോ ചൈനീസ് ഭാഷയാ സംസാരിക്കുന്നത്, ഭയങ്കര ദൈവിക കാര്യങ്ങളാണ് ഇവള് പറയുന്നത്. ചരിത്രമാണ് ഞാൻ പറയുന്നത്. ചാൾസ് ഫോക്സ് ബെർഹാമിന്റെ ബൈബിൾ കോളേജിൽ, ടൊപ്പേക്കയിലെ ബൈബിൾ കോളേജിൽ ആൾക്കാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 40 കുഞ്ഞുങ്ങളോട് ചേർന്ന് അവിടെ അടുത്തുള്ള ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ലാത്ത പാസ്റ്റർമാരെല്ലാം കൂടെ കൂടി പ്രാർത്ഥിച്ചു. അവരുടെ മേൽ എല്ലാ അഭിഷേകം പകരപ്പെട്ടു. പക്ഷെ ചാൾസ് ബെർഹാമിന്റെ മേൽ പകരപ്പെട്ടില്ല. അദ്ദേഹം ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ തന്റെ പ്രയർ ടവറിൽ ഭയങ്കര അന്യഭാഷ നടക്കുന്നു, ഭയങ്കര പ്രാർത്ഥന. അദ്ദേഹം അവിടെ ചെന്ന് ആരും അറിയാതെ ആ പോഡിയത്തിന്റെ മറവിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ ആത്മാവ് ഇറങ്ങിച്ചു വെച്ചു, ചാൾസ് ബെർഹാം, പരിശുദ്ധാത്മാവിന്റെ ഏകവും പ്രകടവുമായ പ്രത്യക്ഷമായ അടയാളമാണ് അന്യഭാഷയെ ഭാഷണം. നിനക്ക് പ്രസംഗിക്കാമോ? ലോകം മുഴുവൻ പ്രസംഗിച്ചോളാം. ഓൺ ദ സ്പോട്ട്, വിത്തിൻ സെക്കൻഡ്സ്, ഇടിമിന്നലേക്കുന്ന പോലെ ചാൾസ് ബെർഹാമിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. He started speaking in tongues. അത് വലിയൊരു ഉണർവായി മാറി, ടൊപ്പേക്ക റിവൈവലായി മാറി. നിങ്ങൾക്കറിയാമോ? ആമേൻ. വലിയ സുനാമി അടിച്ചപ്പോൾ പിറ്റേ ദിവസം ഇറങ്ങിയ പത്രങ്ങളിൽ, പത്രം വിൽക്കുന്ന ന്യൂസ് പേപ്പർ ബോയ്സ്, അവര് ഹെഡ്ലൈൻ മാത്രമേ വിളിച്ചു പറയത്തുള്ളൂ. അവര് സുനാമി സുനാമി എന്ന് വിളിച്ചു പറഞ്ഞ ആ പത്രം വിറ്റത് നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ? ടൊപ്പേക്കൽ റിവൈവൽ ഉണ്ടായപ്പോ, ചാൾസ് ബെർഹാമിന്റെ ബൈബിൾ കോളേജ് അഗ്നി കൊണ്ട് നിറഞ്ഞപ്പോൾ, പിറ്റേ ദിവസം ഇറങ്ങിയ പത്രത്തിന്റെ ഹെഡ്ലൈൻ ന്യൂസ് പേപ്പർ ബോയ്സ് വായിച്ചത് കേൾക്കണോ? പിന്നെയും പെന്തിക്കോസ്, പിന്നെയും പെന്തിക്കോസ്, പിന്നെയും പെന്തിക്കോസ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ,
നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ അത് കാണാൻ പോവാണ്. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുകയാ. നിങ്ങൾ പ്രവചിക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുകയാ. നിങ്ങൾ പാടുമ്പോൾ അത് സംഭവിക്കാൻ പോകുകയാ. നിങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ അത് സംഭവിക്കാൻ പോകുകയാ. എത്ര പേര് പ്രാർത്ഥിക്കും ഇന്ന് രാത്രി? ആ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചവരുടെ മേൽ ദൈവശക്തി ഇറങ്ങിയതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സ്പർശനം. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരാകുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശിംശോന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോ അമ്മയും അപ്പനും അറിയാതിരുന്ന ഒരു പോരാട്ടത്തിന് അവനെ സജ്ജനാക്കി. ദൈവത്തിന്റെ വചനം പറയുക, അപ്പൻ കൂടെ ഇല്ലാത്ത അമ്മ അറിയുന്നില്ല, അപ്പൻ അവൻ അറിഞ്ഞില്ല. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ അവനൊരു ആട്ടിൻകുട്ടിയെ പോലെ അതിനെ വലിച്ചു കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. ജഗന രഗതന. ശിംശോനും അപ്പനും അമ്മയും കൂടെ പോയത്. പക്ഷെ ബാലസിംഹത്തിന് അമ്മയെ വേണ്ട, അപ്പനെ വേണ്ട. ബാലസിംഹത്തിന് ചേട്ടനെ വേണ്ട, അനിയനെ വേണ്ട, അഭിഷേകം പ്രാപിച്ചവനെ വേണം. കാരണം നിന്റെ തലമേൽ അഭിഷേകമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോ രോഗികൾ സൗഖ്യമാകുന്നു. നീ പ്രാർത്ഥിക്കുമ്പോ ഭൂതങ്ങൾ അലറി ഓടുന്നു. അച്ചാച്ചന് പേടിയാ, അച്ചാച്ചനെ ഓവർടേക്ക് ചെയ്യുമോ എന്ന്. 40 വർഷമായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു. ഞാൻ ചെയ്യാത്തതൊന്നും നീ ചെയ്യണ്ട. ശിവന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പകർന്നത് അവിടെ. നിങ്ങൾ എന്റെ കൂടെ പറഞ്ഞ ജഡ്ജസ് ചാപ്റ്റർ 14 ഞാൻ പറയുന്നത്. ജഡ്ജസ് ചാപ്റ്റർ 14, ന്യായാധിപന്മാർ 14. എന്നോട് ഒരാൾ പറഞ്ഞു, പാസ്റ്റർ, when you preach you should always tell the English titles of the book. അറിയാത്തവരുണ്ട്. ന്യായാധിപന്മാർ എന്ന് പറഞ്ഞാൽ ജഡ്ജസ് 14:5. ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അലറി. എനിക്ക് അതിശയം, ഇത്ര അലറിക്കൂഴി വന്നിട്ടും അപ്പനും അമ്മയും അറിഞ്ഞില്ലെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ സ്പിരിച്വൽ ഫൈറ്റ്. പോരാട്ടം. ചില വാസ്തവമാർക്കുണ്ട് പോരാട്ടം, പോരാട്ടം, പോരാട്ടം. എടാ, യുദ്ധമുഖത്ത് നിൽക്കുന്നവനാ പോരാട്ടം. വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവനല്ല പോരാട്ടം. കാർഗിൽ യുദ്ധത്തിന് നിൽക്കുന്നവരോട് ചോദിക്കണം പോരാട്ടം ഉണ്ടോന്ന്. കായംകുളത്ത് കിടന്ന് ഉറങ്ങുന്ന നിനക്കറിയത്തില്ല പോരാട്ടം ഉണ്ടോന്ന്. അലറിക്കൊണ്ട് വന്നിട്ടും അപ്പനും അമ്മയ്ക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. അഭിഷക്തന് മനസ്സിലായി. എന്താണെന്നറിയാമോ? അപ്പോൾ ഏലീശയുടെ മേൽ പുതപ്പ് വീണതുപോലെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. ഹല്ലേലൂയ. കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവരതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനും അമ്മയോട് പറഞ്ഞില്ല. ഹി ഡിഡ്ന്റ് അഡ്വർടൈസ്. അടിച്ചോണം അഭിഷേകം ഉള്ളവരെ. ചില ജയങ്ങളൊന്നും അഡ്വർടൈസ് ചെയ്യാനുള്ളതല്ല. മഹത്വം മുഴുവൻ കർത്താവിന് വിട്ടുകൊടുത്തോണം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക, എന്റെ സമയം തീരാറായി. ദൈവമക്കളെ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എപ്പോ കൃപ വേണോ അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ കൃപയാൽ നിറയ്ക്കും. എപ്പോൾ ശക്തി വേണോ അപ്പോൾ ശക്തിയാൽ നിറയ്ക്കും. ശത്രുവിന്റെ മുമ്പിൽ അടിയറവ് പറയാനല്ല ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരിക്കുന്നത്. ശത്രുവിനെ കീഴടക്കാൻ വേണ്ടിയാണ്. ബാലസിംഹമാണ്. ബാലസിംഹമാണ്. പക്ഷെ അഭിഷക്തന്റെ കൈ വന്നു കഴിയുമ്പോ അത് ഒരു ആട്ടിൻകുട്ടിയെ പോലെയുള്ളൂ. നമ്മൾ നേരെ തിരിച്ചാ ചിന്തിച്ചേക്കുന്നത്. ശത്രുവിന്റെ കൈ നമ്മൾ ആട്ടിൻകുട്ടിയാന്ന. നോ നോ നോ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്നെ തകർക്കാൻ വരുന്ന പാപത്തിന്റെ ഫോഗേച്ഛകളുടെ മേൽ ആത്മാവിൽ ജയമെടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്കിനെ ദൈവം പകരുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തിയിട്ട് അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പോകാം. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി.